എല്ലാ സജ്ജനങ്ങൾക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് നമുക്ക് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം നമുക്ക് കേട്ടിട്ടുണ്ട്. പക്ഷെ അതിന്റെ അത്രത്തോളം പഴക്കമുള്ള അല്ലെങ്കിൽ അതിന് സമീപത്തുള്ള മറ്റൊരു ക്ഷേത്രമാണ് ശ്രീ ഗാന്ധാരി അമ്മൻ കോവിൽ ക്ഷേത്രം. ആ ക്ഷേത്രത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഒരു ചെറിയ ലഘുവായ വിവരണമാണ്, കൂടുതൽ വിശാലമായിട്ട് പറയുന്നില്ല. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തോളം പഴക്കമുള്ള ഒരു ക്ഷേത്രമുണ്ട് തിരുവനന്തപുരത്ത്. സെക്രട്ടേറിയറ്റിന് അടുത്ത് ശ്രീ ഗാന്ധാരി അമ്മൻ കോവിൽ. ഈ ക്ഷേത്രത്തെ കുറിച്ച് കേട്ടുകേൾവി എന്തെന്നാൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പണിക്കായി ഗാന്ധാര ദേശത്തു നിന്നും ചില കൊത്തുപണിക്കാർ ഗാന്ധാര ദേശത്തു നിന്നും വന്നിരുന്നു. അവരുടെ ആരാധനമൂർത്തി ആയിരുന്നു ഗാന്ധാരി അമ്മൻ. ആ രാജശില്പികളുടെ ആ പ്രതിഷ്ഠ പിൽക്കാലത്ത് പ്രസിദ്ധമായ ശ്രീ ഗാന്ധാരി അമ്മൻ കോവിൽ എന്ന് അറിയപ്പെടുന്നു. തമിഴ് ക്ഷേത്രശൈലിയിൽ നിർമ്മിച്ച ഈ ക്ഷേത്രത്തിൽ കൊത്തുപണികൾ നിറഞ്ഞ ഗോപുരവും അവയിൽ തുടർച്ചയായുള്ള ശില്പവൈവിധ്യവും കാലഭൈരവ മൂർത്തി പ്രതിഷ്ഠയും ഉണ്ട്. ശ്രീകോവിലിൽ ദേവി ഗാന്ധാരി അമ്മ സിംഹവാഹിനിയായി വലതുകാൽ മടക്കി വച്ച രീതിയിൽ വടക്കോട്ട് ദർശനമായി വിളങ്ങി നിൽക്കുന്നു. വലതുകൈയിൽ തൃശൂലവും ഇടതുകൈയിൽ അമൃതകലശവും പ്രണവസ്വരൂപിണിയായ ദേവിക്ക് ശാന്തഭാവമാണ് ഉള്ളത്. സംഗീത പ്രിയയായ ദേവിയാകയാൽ ഗാന്ധാരി എന്ന പേര് എന്നൊരു വിശ്വാസവും ഉണ്ട്. ഉപദേവസ്ഥാനത്ത് കന്നിമൂലയിൽ കിഴക്കോട്ട് ദർശനമായി ഗണപതിയും ഉണ്ട്. ഇവിടത്തെ നവരാത്രി കാലത്തെ ബൊമ്മക്കൊലു വളരെ പ്രസിദ്ധമാണ്. എല്ലാ മലയാള മാസം 1-ാം തീയതിയും വൈകുന്നേരം സമൂഹ ഐശ്വര്യ പൂജകളും ആദ്യത്തെ തിങ്കളാഴ്ച കാലഭൈരവ ക്ഷേത്ര നടയിൽ ശിവസഹസ്രനാമ അർച്ചനയും നടന്നു വരുന്നുണ്ട്. ഇവിടെ നിത്യധാരയുണ്ട്. മംഗലഭാഗ്യത്തിനായി ഉമാമഹേശ്വര പൂജയും ഉണ്ട്. കൂടാതെ കന്യകമാരുടെ നേർച്ചയായി സ്വയംവര പുഷ്പാഞ്ജലിയും നടത്തി വരുന്നു. നേർച്ചയുടെ സാഫല്യം എന്നോണം വിവാഹ ദിവസം ഗാന്ധാരി അമ്മന് താലി സമർപ്പിക്കാറും ഉണ്ട്. തുലാമാസത്തിലെ അഷ്ടമിക്കാണ് കാലഭൈരവ ജയന്തി ആഘോഷം. അന്ന് രുദ്രരൂപവും രുദ്ര കലഭാഭിഷേകവും നടക്കാറുണ്ട്. അപ്പൊ ഇത്രയുമാണ് ഈ ക്ഷേത്രത്തെ കുറിച്ച് ഒരു ചെറിയ ലഘു വിവരണം.